ആർമിക്കുട്ടീസ്, ആരും സ്കിപ്പ് ചെയ്യലേ. ഞാൻ നിങ്ങളുടെ ഏഞ്ചലാണേ. നമ്മുടെ എഡിറ്റർ ബണ്ണി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പറഞ്ഞതാ, അതാ ഞാൻ വന്നേ. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ അധികം ആരും കാണില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി, വീഡിയോ ഒത്തിരി ലേറ്റായെന്നറിയാം. ബട്ട് ബണ്ണിയുടെ സിറ്റുവേഷൻ അങ്ങനെയായിപ്പോയി. ബണ്ണിക്കിപ്പോൾ ഡബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇപ്പോൾ ഈ എപ്പിസോഡ് തന്നെ ഡബ് ചെയ്ത്. ഈ എപ്പിസോഡിൽ ചിലരുടെ വോയിസിലൊക്കെ നല്ല വേരിയേഷൻ കാണും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ. പിന്നെ കപ്പ് കേക്ക് പ്രണയകഥ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൻ്റെ സീസൺ 2 വാട്ട്പാഡിലാണ് ബണ്ണി അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ കുറേ പേര് വൈറ്റിൽ അപ്ലോഡ് ആക്കുമെന്ന് ചോദിച്ച് കമൻറ്റും മെസ്സേജൊക്കെ ചെയ്തു. അവരോടെല്ലാവരോടും സോറി. ബണ്ണിക്കിപ്പോൾ തന്നെ ഈ 2 FF, അതായത് മാഫിയും ഡസ്റ്റൈൻഡും മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ബണ്ണി ഒരു മെഡിക്കൽ കൂടിയാണേ, അപ്പോൾ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് ടൈമിലാണ് ഈ എഡിറ്റിങ്ങും ഡബിങ്ങും സ്ക്രിപ്റ്റ് എഴുതുന്നതെല്ലാം. ഒരു 3 മിനിറ്റ് എഡിറ്റ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ എടുക്കും. സീനും മാച്ചായ ക്ലിപ്സും ഗിഫ്റ്റ്സും വീഡിയോ മ്യൂസിക് ഇതെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരു വഴിയാകും. ഇതെല്ലാം ബണ്ണി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് കൂടെയുണ്ട്. കപ്പ് കേക്ക് സീസൺ 2 വൈറ്റിയിൽ ചെയ്യാൻ പറ്റത്തില്ല. തുടങ്ങിയ 2 FFും കംപ്ലീറ്റ് ആക്കുവാനുള്ള ഓട്ടത്തിലായി ഇപ്പോൾ ബണ്ണി. അതിൻ്റെ ഇടയിൽ കപ്പ് കേക്ക് കൂടെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാവരും മനസ്സിലാക്കണം പ്ലീസ്. എഡിറ്റിങ് അത്ര എളുപ്പമുള്ള പണിയല്ല. ബണ്ണിക്കാണ് എഡിറ്റിംഗ് ചെയ്ത് അത്ര പരിചയമൊന്നുമില്ല. കപ്പ് കേക്ക് സീസൺ 2 ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ അതിൽ കുറച്ച് ക്യാരക്ടേഴ്സിന് ഹേറ്റ് കമൻസ് കിട്ടി. അത് ബണ്ണിയുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് കാരണമാണ്. ടൈം ഡ്യൂറേഷൻ കൂടുതൽ കാരണം കപ്പ് കേക്കിലെ കുറച്ച് സീൻസ് ബണ്ണി ഡിലീറ്റ് ചെയ്തു. അതങ്ങനെ ചെയ്തതുകൊണ്ട് ചില ക്യാരക്ടേഴ്സൊക്കെ നെഗറ്റീവ് റോള് പോലെ തോന്നിക്കുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യാൻ കൂടി വേണ്ടിയാ സീസൺ 2 ചെയ്യാൻ തീരുമാനിച്ചത്. ബട്ട് വൈറ്റിയിൽ ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ഡബിംഗ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കണം പ്ലീസ്. പിന്നെ ഒരു ആർമിക്കുട്ടിയുടെ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കമന്റ് റീഡിംഗ് സെക്ഷൻ വെക്കാൻ. കമന്റ് റീഡിംഗ് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് നമ്മുടെ മാഫിയയിലെ ക്യാരക്ടേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ. നെക്സ്റ്റ് എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ കമന്റ് റീഡിംഗ് സെക്ഷൻ ചെയ്യാമെന്നാ ബണ്ണി പറഞ്ഞേ. അപ്പോൾ ആർമിക്കുട്ടീസ് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മളിപ്പോൾ 8K ഫാമിലി ആയിട്ടുണ്ട്. വെറുതെ ടൈം പാസിന് തുടങ്ങിയതാ ഈ ചാനൽ. അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ആർമിക്കുട്ടീസ്, ബണ്ണി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് എല്ലാം കമ്മ്യൂണിറ്റിയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഒരിക്കലെങ്കിലും ലൈക്ക് ചെയ്താലേ നെക്സ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ വരൂ. അതുകൊണ്ട് എല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോ. എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. അപ്പോൾ ബൈ, ടാറ്റാ. ഞാനിതെവിടെയാ? ഇതേതാ സ്ഥലം? അയ്യോ, ഏഞ്ചൽ എവിടെ? ഓ, എഴുന്നേറ്റോ മഹാറാണി? നീയോ? നീ എന്താ ഇവിടെ? ഇതേതാ സ്ഥലം? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഏഞ്ചൽ എവിടെ? ശരി, എന്റെ റൂമിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെന്ന്? കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽ, നിനക്ക് കോഴിക്കാല് വാങ്ങാൻ പോയിട്ടുണ്ട്. കോഴിക്കാലോ? താനിത് എന്തൊക്കെയാടാ പറയുന്നേ? മഹാറാണിക്ക് ഒന്നും ഓർമ്മ കാണില്ലായിരിക്കും, എന്നാലും നീ ഇത്ര കരയണം ഞാൻ ഓർത്തില്ല. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നോട് ചോദിക്കോ. വെയിറ്റ്, താൻ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഏത് തരക്കാരിയാണെന്നാ? എന്ത് ചാത്തൻ സാധനം അടി നീ ഇന്നലെ അടിച്ച്. എന്തായാലും നല്ല ഉഗ്രം സാധനമാ. ചിലരുടെയൊക്കെ സ്വയരൂപം പുറത്തു വന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനതിനെന്താ ചെയ്തേ? ആഹാ, എന്ത് ചെയ്തോന്നോ? നിന്നെയൊക്കെ എങ്ങനെയാടി വിശ്വസിച്ച് കൂടെ കിടത്തോ? എന്റെ ചാരിത്രം, ഓ ജസ്റ്റ് മിസ്സിനാ ഞാൻ രക്ഷപ്പെട്ടെ. ഇല്ലെങ്കിൽ മോള് റേപ്പ് കേസിന് അകത്ത് പോയേനെ.
പറയണേ? ഞാൻ തന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്നു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. ഓഹോ, നിനക്ക് കാണിക്കാം. ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എന്റെ ചാരിത്രം, എന്റെ ബ്രഹ്മചാര്യം, അതാണ് നീ ഇന്നലെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അയ്യേ, എടാ തോന്നിയ ദിവസം പറയുന്നു. ഓ, അല്ലെങ്കിലും ഞങ്ങൾ ആണുങ്ങൾക്കെതിരെ വരുന്ന പീഡന കേസൊന്നും ആരും കണക്കാക്കാറില്ലല്ലോ. ഞങ്ങൾക്കും ഉണ്ട് മാനവാഭിമാനമൊക്കെ. ഞങ്ങളുടെ ചരിത്രത്തിന് ഇവിടെ ഒരു വിലയുമില്ല. താനിത് എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്? ഞാൻ തന്നെ എന്ത് ചെയ്തു? നിനക്കറിയണോ? അറിയണോ നീ എന്നെ എന്താ ചെയ്തേന്ന്? അറിയണം. താൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കുടിച്ചു ബോധമില്ലാതെ വഴി കിടന്ന നിന്നെ ദയ തോന്നി കൊണ്ടുവന്നതാ ഞാൻ. എന്നിട്ട് നീ എന്നെ നിന്നെ മെഗാ സീരിയൽ കളിക്കാതെ കാര്യം പറയണം നാറി. ബോധമില്ലാത്ത നിന്നെ ബെഡിൽ കിടത്തി ഞാൻ പോകാൻ നിൽക്കുമ്പോഴാ നീ എന്നെ ബലമായി പിടിച്ചു വലിച്ച് ബെഡിലിട്ട്. എന്നിട്ട് നീ എന്നെ ഞാൻ തന്നെ എന്നിട്ട് നീ എന്നെ തന്നെ നീ എന്നെ അത് പറയട ബദൂരി. നീ എന്നെ ബലമായി ചുംബിച്ചു. അയ്യോ കർത്താവേ, എന്റെ ഫസ്റ്റ് കിസ് പോയേ. ഞാൻ ഇതാരോട് പറയും? പുറത്ത് പറയാൻ പറ്റുന്നതാണോ ഇതൊക്കെ? എന്റെ ഫസ്റ്റ് കിസ് ഒരു കുട്ടി പിശാശ് കൊണ്ടുപോയേ. എന്തുവാടി കുട്ടി പിശാച നോക്കുന്നത്? എന്റെ ഫസ്റ്റ് കിസ് അടിച്ചു മറ്റിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? തലനാരിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ട. കണ്ടാ പറയോ നീ ഒരു പീഡന വീരിയാണെന്ന്? എടോ, ഇതൊക്കെ താനുണ്ടാക്കിയ ഒരു ഉടായ്പല്ലേടോ? സത്യം പറ. ഓഹോ, എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിലിട്ട് മുങ്ങാൻ നോക്കുവാണല്ലടി. അയ്യേ, എടോ നിർത്ത്. താനിത് എങ്ങോട്ടാ കേറിപ്പോണേ? എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം തനിക്ക് പറയാന്നാണോ? ഞാനിത് കേൾക്കണം. എനിക്കിത് തന്നെ വേണം. പാവമല്ലെന്ന് വെച്ച് സഹായിച്ചു, എന്നിട്ട് അവളെ എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. അതും പോരാഞ്ഞ് എന്റെ ഫസ്റ്റ് കിസ്, നോട്ട് ദ പോയിന്റ്, എന്റെ ഫസ്റ്റ് കിസ് ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ച എന്റെ ഫസ്റ്റ് കിസ്, അതും അവൾ അടിച്ചുകൊണ്ടുപോയി. തന്റെ മാത്രമല്ല എന്റെയും ഫസ്റ്റ് കിസ്സാ. ഓ, അപ്പൊ സമ്മതിച്ചു കിസ് ചെയ്തുന്ന്? കൊറേ നേരമായി അവന്റെ ഒരു കിസ്. എന്നാ തിരിച്ചെടുത്തോ. കർത്താവേ, ഞാനെങ്ങനെ ഇവിടെ ഇയാളുടെ കൂടെ? ഏഞ്ചൽ, കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കാവോ?
ഗുഡ് മോർണിംഗ് പ്രിൻസസ്. ഗുഡ് മോർണിംഗ് പ്രിൻസസ്. ഗുഡ് മോർണിംഗ്. ഒന്നും ഓർമ്മ കാണില്ലായിരിക്കും. വേർഡ്സ് പ്രിൻസസ്. ഇല്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയേ? എല്ലാം പറഞ്ഞു തരാം. നല്ല തലവേദന കാണും. പോയി ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ. അല്ല, അത് എന്റെ ചേച്ചി എവിടെയാ? തന്റെ ചേച്ചി ടാക്സി വിളിക്കാൻ പോയി. ടാക്സിയോ? അതെന്തിനാ? ഹാരി സാർ, എനിക്ക് ഇവിടെ നിക്കണ്ട. എനിക്ക് വീട്ടിൽ പോണം. എന്റെ പാസ്പോർട്ട് തിരിച്ചു തരാൻ വിപ്രോനോട് പറ ഹാരി സാർ. എടാ ചെറുക്ക, അത് ഞാൻ പറഞ്ഞതല്ലേ നടക്കില്ലെന്ന്. വീട്ടിൽ പോണ കാര്യം നീ മറന്നേക്ക്. അങ്ങനെ പറയല്ലേ, എനിക്ക് മതിയായി. ഡെയിലി ഷൂട്ടിംഗ് പ്രാക്ടീസ്. ഐ ഹേറ്റ് ദാറ്റ്. ആൻഡ് യു നോ വാട്ട്, ജെയിംസ് ബ്രോ പറഞ്ഞു, ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഐ നീഡ് ടു അറ്റൻഡ് കരാത്തെ ക്ലാസ് ഓൾസോ. അതിനെന്താ, അത് നല്ലതല്ലേ? വാട്ട്, സീരിയസ്ലി? എന്നെ കണ്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? ഐ കാണ്ട്. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പണിയെടുത്ത് ശീലമില്ലാത്ത ബോഡി എന്റെ. ആ, അങ്ങനെ പണ. അതാണ് അപ്പൊ കാര്യം. മോന് പണിയെടുക്കാൻ മടിയാണല്ലേ? അയ്യടാ, എന്താ ചിരി. മോന്റെ എല്ലാ വേളത്തരും മടക്കി കൈ വെച്ചാ മതി. ഇവിടെ അതൊന്നും ഏൽക്കില്ല. അവൻ നീ വിചാരിക്കുന്ന ആളേ അല്ല. അത് ആള് മാറിപ്പോയി. ഹാരി സാർ, പോയി കുളിയട ചെക്ക. അവൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നേരെ വന്നേക്കോ. പോയി കുളി. പോയി കുളിയടാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുളിക്കാം. വേണ്ട, ഞാൻ കുളിച്ചിട്ട് കഴിക്കാം. അല്ല സാർ, എന്താണ് ഇത്രയൊക്കെ ഡിഷസ് ഉണ്ടാക്കുന്ന? വല്ല സ്പെഷ്യൽ ഡേ ആണോ? സ്പെഷ്യൽ ഡേ ഒന്നുമല്ല, പക്ഷെ 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതാരാ സ്പെഷ്യൽ ഗസ്റ്റ്? ഏഞ്ചലും എലിസബത്തും. ഓ മൈ ഗോഡ്, ഏഞ്ചൽ? യു മീൻ ഏഞ്ചലിന വിപ്രോയുടെ ലവ്? അവർ ഇത്ര പെട്ടെന്ന് കമ്മിറ്റഡ് ആയോ? കമ്മിറ്റ് ഒന്നും ആയിട്ടില്ലടാ. പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട വന്നു. ഓ, അല്ല, WWH എവിടെ? ആ, അവൻ പുറത്തു പോയേക്കോ ഒരു സാധനം വാങ്ങാൻ. ഓ, പിന്നെ ബ്രോ? എടാ, നിന്നോടല്ലേ പോയി കുളിക്കാൻ പറഞ്ഞേ. പോയി കുളിയടാ. ഓ ഗോഡ്, ഞാൻ വീട്ടിൽ പോലും വീക്ക്ലി വൺസേ കുളിക്കാറുള്ളൂ. അതൊക്കെ അങ്ങ് അവിടെ. ഇവിടെ ഇതൊന്നും പറ്റില്ല. പോ. എന്ത് പണിയാ ഞാൻ കാണിച്ചേ? ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? എന്റെ പൊന്നെലിസബത്തെ, നിനക്ക് എന്തിന്റെ കേടാ? നിന്റെ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്തൂടെ? ചേച്ചി, ഏഞ്ചൽ, ഇത് എവിടെയായിരുന്നു? എന്റെ കോഴിക്കാല് തപ്പിപ്പോയി എന്നൊക്കെ പറഞ്ഞു. കോഴിക്കാലോ? ഞാനോ? ഞാൻ വിക്ടറിന്റെ റൂമിലായിരുന്നു. വീട് റൂമിലാ? നീ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ആ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോ അവിടെയായിരുന്നു. ചേച്ചിക്ക് ഇന്നലെ നടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അതിന്റെ കൂടെ ഒടുക്കത്തെ തലവേദനയും. എനിക്കും ഒന്നും ഓർമ്മയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, അറിയില്ല. അയ്യോ, ഇന്ന് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസോ? ശരിയാണല്ലോ, നമുക്ക് ഇവിടെ നിന്ന് പോകണ്ടേ? ആ, അവിടെ നിങ്ങൾക്ക് തെറ്റി. ഇങ്ങോട്ട് എൻട്രി ബോർഡ് മാത്രമേ ഉള്ളൂ. എക്സിറ്റ് കാണണമെങ്കിൽ വിക്ടർ വിചാരിക്കണം. എന്ന് വെച്ചാ വിക്ടർ വിചാരിക്കാതെ ഒരു ഈച്ച കുഞ്ഞു പോലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കില്ല. അപ്പോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലേ? ആ, അറിയില്ല. അതൊക്കെ അവന്റെ തീരുമാനം പോലെ ഇരിക്കും. അവനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മതി. അതെ, ഇന്നലെ നടന്നത് ഒന്നും ഓർമ്മയില്ല. എന്താ നടന്നെന്ന് ഒന്ന് പറഞ്ഞു തരാവോ? പിന്നെന്താ, ചിലരുടെയൊക്കെ മുഖംമൂടി ഇന്നലെ അഴിഞ്ഞു വീണതല്ലേ. അതെ,
ഇന്നലത്തെ പെർഫോമൻസ് അങ്ങനെയായിരുന്നല്ലോ. ശരിക്കും ഞങ്ങൾ എന്താ ചെയ്തേ? ഞാനെല്ലാം പറഞ്ഞു തരാം. അയ്യേ, എന്തൊക്കെയാ കാണിച്ചു വെച്ച്. ഇനി ഞാൻ ഒരിക്കലും കുടിക്കത്തില്ല. ഞാനും ഇന്നലത്തോടെ നിർത്തി. ഇനി ഞാൻ മദ്യം കൈ കൊണ്ട് തൊടൂല. അതാ നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും നല്ലത്. ആ, ഞാൻ വന്നതൊരു കാര്യം പറയാനാ. ഏഞ്ചൽ, വിക്ടർ തന്നോട് റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? എന്തിനാ? ഡോണോ, അങ്ങോട്ട് ചെന്നാലേ അറിയാൻ പറ്റൂ. പിന്നെ ഏഞ്ചൽ, അവന് പെട്ടെന്ന് ദേഷ്യം വരും. താൻ അത് കണ്ട് പേടിക്കരുത്. അവൻ താൻ കരുതുന്ന പോലെ അത്ര ദുഷ്ടനൊന്നും അല്ലടോ. പേടിക്കണ്ട, ചെല്ല്. ഏഞ്ചൽ, ഇന്നലെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഏയ്, ഒന്നുമില്ല, അത് വിട്ടേക്ക്. അതെ, ഞാൻ ഇന്നലെ എന്തെങ്കിലും ഹെർട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞെങ്കിൽ സോറി. ഞാൻ ബോധമില്ലാതെ പറഞ്ഞതാ. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അത് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെ, ഞാൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്നറിയണോ? അറിഞ്ഞ കൊള്ളാന്നുണ്ട്. നീ എന്താ പറഞ്ഞെന്ന് അറിയണോ? വേണ്ട, എനിക്കറിയണ്ട. എന്നാ വാ, താഴോട്ട് പോകാം. എല്ലാം റെഡിയായില്ലേ? എല്ലാം സെറ്റാ. അവര് രണ്ടുപേരും എല്ലാ ഫേവറേറ്റ് ഡിഷും ഉണ്ട്. കൂട്ടത്തിൽ അവരുടെ ഫേവറേറ്റ് ഡ്രിങ്ക്സ്. എലിസബത്തിന്റെ അമേരിക്കാനോയും ഏഞ്ചലിന്റെ ബനാന മിൽക്ക് റെഡിയാ. ആഹാ, കൊള്ളാലോ. ഇത് എത്ര ഐറ്റംസ് ആ ഇന്ന് കഴിക്കാൻ? അവരാദ്യമായിട്ടില്ലേ നമ്മുടെ കൂടെ, അപ്പോ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാക്കണ്ടേ? ബെസ്റ്റ്. അവർക്കിപ്പോ നമ്മളോടുള്ള കുറച്ച് ഇംപ്രഷൻ കൂടി പോകാതിരുന്ന മതിയായിരുന്നു. എന്താടാ, വിക്ടർ എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല, ചെയ്യാൻ പോകുക. ഇനിയിപ്പോ അടുത്തത് എന്താണോ ഇവൻ ചെയ്യാൻ പോകുന്നത്? ഏഞ്ചലിനെ കൊണ്ട് ബേസ്മെന്റിലോട്ട് പോകാൻ നിൽക്കുക. ബേസ്മെന്റോ? എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതെ, അങ്ങോട്ട് എന്തിനാ പോകുന്നത്? അവിടെ എന്ത് കാണാനാ? ഇച്ചായന് ഓർമ്മയില്ലേ, അന്ന് പബ്ബിൽ വെച്ച് ഏഞ്ചലിനോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചൊരുത്തൻ? അവനെ ഇവിടെ ബേസ്മെന്റിൽ അടച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവനെ തല്ലുന്നത് കാണിക്കാനാണോ ഏഞ്ചലിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത്? എടാ, ആ കൊച്ചിന് ഇത്തരം കാര്യമൊന്നും അറിയത്തില്ലടാ. ഇതൊക്കെ കണ്ടാൽ ഏഞ്ചൽ അവനെ കൂടുതൽ വെറുക്കത്തേ ഉള്ളൂ, അല്ലാതെ സ്നേഹിക്കാൻ പോകുന്നില്ല. ഇവൻ ഇത് എന്തുദ്ദേശിച്ച ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കർത്താവേ, ഇപ്പൊ അവൻ എവിടെയാ? റൂമിലുണ്ട്. ഏഞ്ചലിനോട് എന്തോ സംസാരിക്കുക. അതിനെ പേടിപ്പിക്കാതെ ഇരുന്നാ മതിയായിരുന്നു. എടാ ജെയിംസ്, നീ പോയി എലിസബത്തിനെ കഴിക്കാൻ വിളിച്ചോണ്ട് പോ. അയ്യടാ, ഞാൻ പോകത്തില്ല. അവൾക്കെന്താ വരാനറിയില്ലേ?
എടാ അവര് നമ്മുടെ ഗസ്റ്റാ. ഓ ഗസ്റ്റ്. ഇന്നലെ ബോധമില്ലാതെ രണ്ടിനെയും എങ്ങനെ ഇവിടെ എത്തിച്ചെന്ന് ഞങ്ങൾക്കേ അറിയൂ. ഏഞ്ചൽ ഒരു പാവ, പക്ഷെ ആ പൂച്ചയുടെ മുകളിലെ കുട്ടിപ്പിശാച്ചില്ലേ, അവള് കാണുന്ന പോലെയല്ല, വെറും കൂതറിയാ. ഇന്നലെ കാറിക്കിടന്ന് എന്ത് ബഹളമായിരുന്നു. അവളുടെ അമ്മായിയമ്മയുടെ ഒരു ടാസ്കി. എനിക്ക് അവളെ കാണുമ്പോ തന്നെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഏഞ്ചലിനെ ഓർത്തത് കൊണ്ട് മാത്രമാ ഞാൻ. എടാ മതി. ഹാ ഞാൻ പറയട്ടെ ചായ, അവളില്ലേ. എടാ മതി നിർത്ത്. ഹാ നിങ്ങൾക്കിത് എന്താ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അത് വേണോടാ, നീ പിന്നിൽ ഒത്തിരി വേദനിക്കും. അതെ, പിന്നിൽ നീ ഒത്തിരി വേദനിക്കും. ചായൻ എന്താ ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നത്? ഞാൻ എന്തിനാ കുട്ടിപ്പിശാച്ചിനെ ഓർത്ത് വേദനിക്കുന്നേ? ഇവൻ ഇന്ന് കൊണ്ടേ പോകൂ. എടാ പൊട്ട എലിസബത്ത്. ആ എലിസബത്ത്, അവളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂച്ചയുടെ മുകളിലെ കുട്ടിപ്പിശാച്ച്. എടാ പൊട്ട, പുറകിൽ എലിസബത്ത്. എത്ര നേരമായി? ഓ ഞാൻ കൂതറിയാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വന്നായിരുന്നു. ഹാരിസ ഞാൻ പൊളിച്ചു. കർത്താവേ, കറക്റ്റ് സമയത്താ നീ ഇവൻ ഇങ്ങോട്ട് അയച്ചേ. എടാ ജാക്കേ, നീ ഇങ്ങ് വന്നേ. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വാ വാ വാ. എന്താ ബ്രോ? നീ ഇങ്ങ് വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഓക്കേ. വെയിറ്റ്, ഹൂ ഈസ് ഷീ? അതൊക്കെ പിന്നെ പരിചയപ്പെടാം. നീ ഇങ്ങ് വാ. വെയിറ്റ് ബ്രോ, ലെറ്റ് മീ ആസ്ക്. ഇത് ഏഞ്ചലിന്റെ സിസ്റ്റർ ആടാ, എലിസബത്ത്. ഓ ദാറ്റ്സ് യു. വാവ്, ഞാൻ തന്നെ കാണണമെന്ന് കരുതിയതായിരുന്നു. തന്നെ കണ്ട ഒരു ബിഗ് സല്യൂട്ട് തരണമെന്ന് കരുതി. അതെന്താ അങ്ങനെ പറഞ്ഞേ? പെൺകുട്ടികളായ തന്നെ പോലെ ആയിരിക്കണം. തന്നെ പെർമിഷൻ ഇല്ലാതെ തൊട്ട അവന്റെ തല താൻ അടിച്ചു പൊട്ടിച്ചോള. യു ആർ സൂപ്പർ ഗേൾ. തല തല്ലി പൊട്ടിച്ചുന്നോ ഇവളോ? ഒന്ന് പോയടാ, ചുമ്മാ രാവിലെ തന്നെ തള്ളാതെ. എടാ അവൻ പറഞ്ഞത് സത്യമാ. എലിസബത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ബ്ലാക്ക് മാർക്ക് വന്നത് അങ്ങനെയാ. എലിസബത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലെ മാനേജർ അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. അവൾ അവിടെ ഇരുന്ന ലാപ്ടോപ്പ് വെച്ച് അവന്റെ തലക്കിട്ട് കൊടുത്തു. ഒന്ന് പോയിച്ചായ ചുമ്മാ. അപ്പൊ നിനക്കതൊന്നും അറിയില്ലേ? വിക്ടർ പിന്നെ എന്ത് കണ്ടിട്ടാ എലിസബത്തിനെ അപ്പോയിന്റ് ചെയ്തു എന്നാ നിന്റെ വിചാരം? അവളുടെ ആ ധൈര്യം കണ്ടിട്ടാ? ആ അവളുടെ ധൈര്യമൊക്കെ ഞാൻ അന്ന് കണ്ടതാ. എന്നെ അയച്ചു വിടൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ. മോനെ ജെയിംസേ, എലിസബത്ത് നീ കരുതിയ ഒരു പെൺകുട്ടിയേയല്ല. അവളുടെ ധീര കഥകൾ നീ ഇനിയും കേട്ടിട്ടില്ല. ഓ പിന്നെ യെസ് ബ്രോ, ഷീസ് എ സ്ട്രോങ് വുമൺ. ഒന്ന് പോടെ ഇറക്ക. അവൻ രാവിലെ തന്നെ ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ പോകുക, എനിക്ക് വിശക്കുന്നു. ഇവൻ കൊണ്ടാലേ പഠിക്കൂ. വാവ്, ഇതാണോ ഏഞ്ചലീന? ഓ മൈ ഗോഡ്, ഷീസ് റിയലി ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ ഫ്രം ഹെവൻ. Two of them together so cute. അവർ രണ്ടുപേരെയും കാണാൻ എന്ത് രസോ. I'm gonna ship them. ഞാൻ ആ ഷിപ്പിനെ സെയിൽ ചെയ്യാൻ സമ്മതിക്കില്ല. Victor bro, your selection is awesome. She is perfect match for you. Angel? സാർ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? കർത്താവേ, ഏഞ്ചൽ എല്ലാം അറിയുമല്ലോ. ഞാനിനി എന്താ ചെയ്യാ? എന്റെ ഇച്ഛായന്മാരാ അവർ രണ്ടുപേരും. ഇച്ചായന്മാരോ?
അപ്പോ റോയ് കോർപ്പറേറ്റിന്റെ സിഇഒ ഞാൻ തന്നെയാ. ചേച്ചി ചേച്ചി പറഞ്ഞ കുരുക്ക് അപ്പോ ഇതായിരുന്നു അല്ലേ? കൊള്ളാം ചേച്ചി. എപ്പം മുതലാ എന്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ തുടങ്ങിയേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്താ? ഞാൻ ഇന്നലെ എത്ര തവണ ചോദിച്ചതാ, അപ്പോഴെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നു? മോനെ, എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. എനിക്കിതൊരിക്കലും നിന്നോട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്നോട് പറയാൻ കഴിയാത്ത വിധം എന്താ ചേച്ചിക്ക് പ്രശ്നം? എല്ലാം അറിഞ്ഞിട്ടും ചേച്ചി എന്തിനാ ജോലിക്ക് സമ്മതിച്ച്? ഏഞ്ചൽ, ഇതിൽ എലിസബത്തിന്റെ തെറ്റൊന്നുമില്ല. എലിസബത്ത് ആദ്യം തന്നെ പറഞ്ഞതാ അവൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാന്ന്. എന്തിനാ ചേച്ചി സമ്മതിച്ച്? അതിൽ അവളുടെ തെറ്റൊന്നുമില്ല. ആരായാലും ആ സമയത്ത് അത് തന്നെ ചെയ്യൂ. ഏഞ്ചൽ, ഞാൻ ആദ്യം തന്നെ മാപ്പ് ചോദിക്കാം. എന്റെ അനിയൻ ചെയ്തൊരു വിവരമില്ലായ്മ മാത്രമായി കാണണം. എലിസബത്ത് വിക്ടറിന്റെ PA ആയി ജോലി ചെയ്തില്ലെങ്കിൽ അവൾക്ക് നിന്നെ അവന് കൊടുക്കേണ്ടി വരും. അവളാ ഡീലിന്റെ പേപ്പേഴ്സ് ഒന്നും വായിച്ചു നോക്കാതെയാ സൈൻ ചെയ്ത്. ഞങ്ങൾക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സോറി. എന്തിനാ അങ്ങനെ ചെയ്ത്? എന്റെ സ്വസ്ഥത കളഞ്ഞത് പോരെ തനിക്ക്? എന്റെ ചേച്ചിയെ കൂടി എന്തിനാ ഇതിലോട്ട് വലിച്ചിട്ട്? തനിക്ക് എന്താ പ്രശ്നം? ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്ത്? താൻ എന്തിനാ വിടാതെ എന്റെ പുറകെ വരുന്നത്? ഞാൻ അറിഞ്ഞോ അറിയാതെ തന്റെ ജീവൻ രക്ഷിക്കാൻ കാരണമായി. അതിന്റെ പേരിൽ ഞാനിപ്പോ പേടിച്ചാ ജീവിക്കുന്നത്. എന്നെ വെറുതെ വിട്ടൂടെ തനിക്ക്? എന്തിനാ ഇങ്ങനെയൊക്കെ? കൊല്ലയിൽ നടക്കുന്ന തനിക്ക് സ്നേഹം എന്താണെന്നറിയോ? അത് ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് മനസ്സറിഞ്ഞ് നൽകേണ്ടതാ. അതിന് തോന്നണം. ഇതുപോലെയൊക്കെ ചെയ്ത് ഞാൻ തന്നെ സ്നേഹിക്കുന്നതാണോ തന്റെ വിചാരം? ബന്ധങ്ങളുടെ വില അറിയാതെ തന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാ? സഹോദര ബന്ധത്തിന്റെ വില എന്താണെന്നറിയോ തനിക്ക്? എങ്ങനെ അറിയാൻ? അതറിയായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇതുപോലെ വൃത്തികെട്ടൊരു കാര്യം ചെയ്യില്ലായിരുന്നു. ഏഞ്ചൽ, മതി, എന്റെ കൂടെ വാ. താൻ കരയണ്ട, വാ. കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാകും. വിക്ടർ, എടാ, ഏഞ്ചൽ അപ്പോഴത്തെ സങ്കടത്തിൽ അങ്ങനെ പറഞ്ഞതാ. നീ അത് കാര്യമാക്കണ്ട. ഏഞ്ചൽ ബേബി, പ്ലീസ് ഡോണ്ട് ക്രൈ. ഏഞ്ചൽ, താനിങ്ങനെ കരയല്ലേടോ. ഏഞ്ചൽ, താൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്താ അറിയണ്ടേ? ഞാൻ അറിയാതെ ഒന്ന് അയാളോട് ഹെൽപ്പ് ചോദിച്ചു പോയി. അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ വിക്ടർ ബ്രോ അങ്ങനെ ചെയ്തത് എന്തെങ്കിലും റീസൺ ഉണ്ടോ? അവൻ ഒരു കാര്യം വെറുതെ ചെയ്യാറില്ല. അവൻ ഇപ്പൊ ചെയ്യുന്നതും നിങ്ങളുടെ നല്ലതിനാ. നല്ലതോ? ഇങ്ങനെയോ? എന്റെ പേര് പറഞ്ഞ് എന്റെ ചേച്ചിയെ ചൂഷണം ചെയ്യുന്നതിൽ എന്ത് നല്ല കാര്യമുള്ളത്? എനിക്ക് മുഴുവനൊന്നും പറയാൻ പറ്റില്ല.
ഇപ്പോൾ ഒരു കാര്യം പറയാം, പക്ഷെ അത് ഒരിക്കലും എലിസബത്ത് അറിയാൻ പാടില്ല. സത്യത്തിൽ നിന്റെ പേരിൽ അങ്ങനെ ഒരു ഡീലൊന്നും അവൻ നടത്തിയിട്ടില്ല. എലിസബത്ത് സൈൻ ചെയ്തത് അപ്പോയിന്റ്മെന്റ് ഫോം മാത്രോ, പക്ഷേ അത് അവൾക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ചേച്ചി അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഏഞ്ചൽ, തനിക്ക് തോന്നുന്നുണ്ടോ വിക്ടറിന്റെ PA എലിസബത്ത് ജോലി ചെയ്യാൻ തയ്യാറാകുന്ന? അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അത് കഫേയിൽ നിന്ന് കളയേണ്ടതല്ല. ഷീസ് വെൽ എഫിഷ്യന്റ്. താൻ തന്നെ ഒന്ന് ഓർത്തു നോക്ക്, തന്റെ ചേച്ചിയുടെ കഴിവ് വെറുതെ കഫേയിൽ നിന്ന് കളയാനുള്ളതാണോന്ന്. നീ പറഞ്ഞല്ലോ സഹോദര ബന്ധത്തിന്റെ വില അവൻ അറിയില്ലാന്ന്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് സഹോദര ബന്ധത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്നത് അവനായിരിക്കും. അവനറിയാവുന്ന പോലെ വേറെ ആർക്കും അതിന്റെ മൂല്യം എത്രയെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ വിക്ടറെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അറിയാത്തൊരു വിക്ടർ ഉണ്ട്. വിക്ടർ അല്ല, ആൽവി, റോയ്ച്ചായന്റെ ആൽവി.